നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPIM നടത്തുന്ന തൃശൂർ BSNL ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രചരണ കാൽനട ജാഥ ആരംഭിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിന്റെ 115ാം വാർഷികം ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രം മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജീവ് കണാറ, അരവിന്ദാക്ഷൻ കർത്താവ്, സുഭാഷ് കറുകയിൽ, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ, തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി A കുമാരൻ എന്നിവർ സന്നിഹിതരായി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPIM നടത്തുന്ന തൃശൂർ BSNL ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രചരണ കാൽനട ജാഥ ആരംഭിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജനിച്ചു വളർന്ന മുഴുവൻ ആളുകൾക്കും നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ഇന്ത്യയിൽ തന്നെയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു പുതിയ ചോദ്യം നമ്മൾ ഈ സമൂഹത്തോട് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യത്തിനും അതിൻ്റെ ഉത്തരത്തിനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുമെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഏരിയ കമ്മിറ്റി കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥകൾ നടക്കുകയാണ്. P. ചന്ദ്രൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ കൂടിയായ ഏരിയ സെക്രട്ടറി AS ദിനകരൻ, വൈസ് ക്യാപ്റ്റൻ KK അനിൽ, മാനേജർ സെബി ജോസഫ്, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS മോഹൻദാസ്, PV സുബ്രഹ്മണ്യൻ, TR മീര എന്നിവർ സംസാരിച്ചു. പാർലം പഞ്ചായത്ത് കർഷക നഗറിൽ നിന്ന് ആരംഭിച്ച പര്യടന ജാഥ അമ്മാടം, വെങ്ങിനിശ്ശേരി, അവണിശ്ശേരി പഞ്ചായത്തിലെ പാലക്കൽ, പാലിശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആനക്കല്ല് സെന്ററിൽ സമാപിച്ചു. ശനിയാഴ്ച വല്ലച്ചിറ, ചേർപ്പ്, ഞായറാഴ്ച ചാഴൂർ, താന്യം പഞ്ചായത്തുകളിൽ ജാഥ പര്യടനം നടത്തും. ഞായറാഴ്ച വൈകിട്ട് 5-ന് ആലപ്പാട് സെന്ററിൽ ജാഥ സമാപിക്കും. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിന്റെ 115ാം വാർഷികം ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളിന്റെ മഹനീയമായ മുന്നേറ്റം എപ്പോഴും മനസ്സിൽ ഒരു സന്തോഷം തോന്നാറുണ്ട്. ആ മഹനീയമായ മുഹൂർത്തത്തിൽ നമ്മുടെ ഇവിടുത്തെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചർമാരും PTA അംഗങ്ങളുമെല്ലാം വളരെയേറെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു മുന്നോട്ടുള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ നമുക്ക് ഈ മണ്ഡലത്തിൽ മറ്റുള്ള സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി
ബഹുമാനിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂളിന്റെ ഭരണാധികാരികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട വിഷയം. എന്നിരുന്നാലും നമ്മുടെ സർക്കാരിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് മനസ്സിലുണ്ട്. പക്ഷേ അതൊന്നും പറയാനുള്ളൊരു സുഖം മനസ്സിൽ തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ 115ാം വാർഷികം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആശീർവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അധ്യാപക രക്ഷാകർതൃ ദിനവും പ്രീ പ്രൈമറി കോൺവൊക്കേഷനും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ധന്യ സുനിൽ അധ്യക്ഷത വഹിച്ചു. ടീച്ചറായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. നല്ല രീതിയിൽ ഒരു ശാന്ത സ്വഭാവമായിട്ടുള്ള നമ്മൾ നിർമ്മല ടീച്ചറെ റിട്ടയർ ജീവിതത്തിലേക്ക് കടത്തുകയാണ്. ടീച്ചർക്ക് ഈ റിട്ടയർ ജീവിതം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയട്ടെ. ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ PTA നമ്മുടെ അധ്യാപകര് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കലാഭവൻ MS മനോജ് കുമാർ മുഖ്യാതിഥിയായി. മുൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദൻമോഹനൻ പ്രീ പ്രൈമറി കോൺവൊക്കേഷൻ നിർവഹിച്ചു. ചേർപ്പ് AEO MV സുനിൽകുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വിരമിക്കുന്ന അധ്യാപിക PP നിർമ്മല, PTA പ്രസിഡന്റ് CK വിനോദ്, പ്രധാനാധ്യാപിക VD ലതിക, വാർഡ് മെമ്പർമാരായ അൽഫോൺസ പോൾസൺ, സുനിത ജിനു, TV അമ്പിളി, PTA വൈസ് പ്രസിഡന്റ് ഷാരി ചന്ദ്രൻ, PH ഉമ്മർ, MPTA പ്രസിഡന്റ് നിജി തോമസ്, പ്രീ പ്രൈമറി PTA പ്രസിഡന്റ് MB ബിനേഷ്, പ്രീ പ്രൈമറി MPTA പ്രസിഡന്റ് MM അമൃത, സ്റ്റാഫ് പ്രതിനിധി PA അബ്ദുൾ അഹദ്, സ്കൂൾ ലീഡർ CV ആദികേഷ്, സ്റ്റാഫ് സെക്രട്ടറി MP പ്രിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ 2ാമത് ജില്ലാ സമ്മേളനം നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇവൻറ്റ്സ്. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ സമ്മേളനത്തിൽ തന്നെ ഒരു ചെറിയ ഇവൻറ്റ്സാണ് ഈ രണ്ട് ഉണ്ടാവും. നമ്മുടെ CITU സമ്മേളനം ദിനങ്ങളാണ്. അതൊരു ഇവൻറ്റ്സിൻ്റെ ചെറിയൊരു 100-ൽ 1 ആരാന്നൊക്കെ പറയാവുന്ന ഒരു ചെറിയ കാര്യം. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ഓരോ ആഘോഷങ്ങളിൽ വിവാഹം അങ്ങനെ തുടങ്ങി ബർത്ത്ഡേ ഉൾപ്പെടെ അതൊക്കെ കൃത്യമായി അതിന് എല്ലാ രീതിയിലുള്ള പ്ലാനിങ് അതിനെയാണ് അതിൻ്റെ കുട്ടികൾ ഇരിപ്പിടങ്ങൾ എങ്ങനെ വേണം തുടങ്ങി എല്ലാ കാര്യങ്ങളും അവസാനമായിട്ട് വധുവരന്മാർ എങ്ങനെ ഇറങ്ങണം, പോകണം, നിൽക്കണം ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള വലിയ ടീമുകളടക്കം നമ്മുടെ ഇവൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഉണ്ട്. ചെറുതായിട്ടുള്ള കാറ്ററിംഗ് മാത്രം നടക്കുക, അതോടൊപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരും സംഘടിപ്പിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ സംഘടന നമ്മൾ രൂപീകരിച്ചത്. നേരത്തെ സന്തോഷം പറഞ്ഞ പോലെ CITUവിൻ്റെ ഒരു ലക്ഷ്യമാണ് എത്തിപ്പെടാത്ത മേഖലകളെല്ലാം നമുക്ക് CITUവിൽ എത്തിപ്പെടാൻ കഴിയും. അസംഘടിതരായി നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഇവന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിൽ ക്ഷേമനിധി സംവിധാനം രൂപീകരിക്കണമെന്നും അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AU ഷഫീദിനെ സെക്രട്ടറിയായും PG സുബിദാസിനെ പ്രസിഡന്റായും TM റോയിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി ഷഫീദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം PK പുഷ്പാകരൻ, CITU ഏരിയ പ്രസിഡന്റ് P ചന്ദ്രൻ, CITU ചേർപ്പ് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, PG സുബിദാസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ആയുഷ് കേരള പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ VC കിരണിനെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ആദരിച്ചു.
സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും നല്ല ആയുഷ്മാൻ കേരളയുടെ ഏറ്റവും നല്ല ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള അവാർഡ് നേടിയ പ്രിയങ്കരനായ കിരൺ BC ഡോക്ടർക്ക് നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരുങ്ങോട്ടുകാരുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമേ നേരുന്നു. നമുക്കറിയാം, വിവിധ രോഗങ്ങളാൽ വലയുന്നവർക്ക് ഈ ഹോമിയോപ്പതി വലിയൊരു ആശ്വാസമാണ്. അത് ഏറ്റവും കൂടുതൽ നിർവഹിക്കാൻ, അതിൻ്റെ സംയോജിതമായ പോലെ ഉപയോഗിക്കാനും അത് അവരെ പ്രാപ്തരാക്കാനും നോക്കിയതുകൊണ്ടാണ് ഡോക്ടർക്ക് ഇത്ര നല്ലൊരു അവാർഡ്, കേരളത്തിലെ ഏറ്റവും നല്ല മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് കിട്ടിയത്. അപ്പോൾ ഈ താനും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ നെഹ്റു സ്റ്റഡി സെൻറ്റർ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർക്ക് നേരുന്നു. നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയോടെ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ VC കിരണന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് ആശുപത്രിയെ പുരസ്കാര നേട്ടത്തിലേക്ക് എത്തിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സയ്ക്ക് പുറമെ ഏതു പ്രായക്കാർക്കുമുള്ള അലർജി, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വൈറസ് രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, വയോജന പരിപാലനം എന്നിവയിലൂന്നിയുള്ള പ്രവർത്തനമാണ് നേട്ടമായത്. ചടങ്ങിൽ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ഭാരവാഹികളായ സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, സക്കീർ ചെമ്മാപ്പള്ളി, ബെന്നി ആഞ്ഞിലപ്പിടി, ഹരിദാസ് ചെമ്മാപ്പള്ളി, സുബി തൈവളപ്പിൽ എന്നിവർ സംസാരിച്ചു. കടലാശ്ശേരി KMLP സ്കൂളിന്റെ 71ാം വാർഷികവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക വസന്ത ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഹരി K അരവിന്ദ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ ശങ്കരനാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജീവൻ, രാമൻകുട്ടി മാസ്റ്റർ, C വിജയൻ, ശിവരാമൻ, MG വിജയൻ, ഗോപിനാഥൻ, അധ്യാപികമാരായ ഗീത, നിമിഷ, വിജിത, ഡെൽറ്റി, റാഹിയ എന്നിവർ സംസാരിച്ചു. അടിവശം തകർന്ന് വെള്ളം കയറിയ ബോട്ടും ബോട്ടിലുണ്ടായിരുന്ന 6 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശി മുഹമ്മദ് കുട്ടിയുടെ ഉടമസ്ഥതയിൽ നിഷാദ് മോൻ എന്ന ബോട്ടും തൊഴിലാളികളെയുമാണ് ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംഘം രക്ഷപ്പെടുത്തിയത്. പൊന്നാനി ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അടിവശം തകർന്ന് വെള്ളം കയറിയ ബോട്ടിനെയും പൊന്നാനി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളെയുമാണ് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം കരയിലെത്തിച്ചത്. ബോട്ടിന്റെ അടിവശം തകർന്നതോടെ ബോട്ടിലേക്ക് വെള്ളം കയറുകയായിരുന്നു. ജീവനക്കാർ വെള്ളം കോരി ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. സീ റെസ്ക്യൂ ഗാർഡുമാരുടെ നേതൃത്വത്തിൽ പ്ലഗിംഗ് നടത്തി വെള്ളം കയറുന്നത് തടഞ്ഞു. രാത്രി 11 മണിയോടെ മത്സ്യബന്ധന ബോട്ടുകളുടെ രാത്രികാല മത്സ്യബന്ധനം പിടിക്കുന്നതിനായി നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ നാട്ടിക കഴിമ്പ്രം ഭാഗത്ത് പെട്രോളിംഗ് നടത്തിവരികയാണ് ബോട്ടും തൊഴിലാളികളെയും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷൈബു VM, ഷിനിൽകുമാർ ER, പ്രശാന്ത് VN, അഴീക്കോട് തീരദേശം പോലീസ് സ്റ്റേഷനിലെ CPO റഹീം, റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, അജിത്, ബോട്ട് സ്രാങ്ക് റഷീദ് മുനക്കക്കടവ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ മുനക്കക്കടവിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെടെ ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നത് എന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരൻ അറിയിച്ചു. ഇടയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തികൾ ഏപ്രിലിൽ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. റെഗുലേറ്റർ സന്ദർശിച്ച മുരളി പെരുന്നല്ലി MLA പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. സിവിൽ വർക്കിന് 2.4 കോടി രൂപയും മെക്കാനിക്കൽ വർക്കിന് 2.62 കോടി രൂപ ഉൾപ്പെടെ 5.43 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. പഴയ കോൺക്രീറ്റ് മാറ്റി പുതുക്കി ഷട്ടർ സ്ഥാപിക്കും. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ SK രമേശൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CV ബൈജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MN സജിത്, AETA സിബു മണ്ണാർക്കാട്, കാഞ്ഞിരപ്പുഴ മൈന എഞ്ചിനീയറിംഗ് കോൺട്രാക്ടർ പ്രതിനിധി VP കിനാത്തഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. അത് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ടെൻഡറൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലതാമസം വന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തന പരിപാടികൾ ഷട്ടർ മറ്റൊരിടത്ത് റിപ്പയർ ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബാക്കി പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. നമുക്കറിയാം, ഒരു
കൃഷിക്ക് കുഴപ്പമില്ലാത്ത രൂപത്തിലും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത് കൊണ്ട് ഈ കാലവർഷത്തിന് മുമ്പ് പണി തീർക്കും വേണം. അതിനുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഈ കരാറുകാർ ഇപ്പോൾ ഇവിടെ എൻ്റെ ഏജന്റുമാരിവിടെ ഉണ്ട്. സമയബന്ധിതമായി തന്നെ ഈ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അടിത്തറ ഭദ്രമാക്കിക്കൊണ്ട്, അടിത്തറ ഭദ്രമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവേ ഇതിൻ്റെ സ്ട്രക്ചറിന് കാര്യമായ കേടുപാടുകളൊന്നുമില്ല. എന്നാൽ ചില്ലറ കേടുപാടുകളുണ്ട്. അതടക്കം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കപ്പെടും. കൊടുങ്ങല്ലൂരിൽ അമിതമായി ലഹരി ഉപയോഗിച്ച് റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകമലേശ്വരം സ്വദേശി 20 വയസ്സുള്ള ഷെബിൻ ഷായാണ് അറസ്റ്റിലായത്. പോലീസ് പിടികൂടിയപ്പോൾ സ്റ്റേഷനിലെ ചില്ലുഭിത്തിയും വാതിലും യുവാവ് തല്ലി തകർത്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പടാക്കുളം പെട്രോൾ പമ്പിന് സമീപം അപകടകരമായ വിധത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ച യുവാക്കളെ പോലീസ് പെട്രോൾ സംഘം തടയുകയായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം, കശ്യപൻ, ജോഷി, ഡ്രൈവർ CPO അഖിൽ, ഹോംഗാർഡ് ജോൺസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷെബിൻ ഷാക്കി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2023-ലും 2025-ലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് 2 കേസ് ഉൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓടിപ്പോയ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി പാടൂർ കൈതമുക്ക് സ്വദേശി അറസ്റ്റിൽ. 52 വയസ്സുള്ള അബ്ദുൾ സലാമാണ് ഏങ്ങണ്ടിയൂർ പുളിക്കക്കടവിൽ വെച്ച് കഞ്ചാവുമായി അറസ്റ്റിലായത്. മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS ആവിഷ്കരിച്ച പ്രത്യേക രാത്രികാല വാഹന പരിശോധനയിലാണ് വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ പുളിക്കടവ് ജംഗ്ഷനിൽ നിന്നിരുന്ന അബ്ദുൾ സലാമിനെ സംശയം തോന്നി പരിശോധിച്ചത്. ശേഷം ഇയാളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുക്കുകയായിരുന്നു. വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ BS ബിനു, സിവിൽ പോലീസ് ഓഫീസർ അലി, സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് സ്റ്റാഫ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ സലാമിന് പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കുറ്റത്തിന് 3 കേസുകളും കഞ്ചാവ് ഉപയോഗിച്ച കുറ്റത്തിന് 1 കേസും നിലവിലുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. ഗ്രാമിന് 8025 രൂപ, പവന് 64,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPIM നടത്തുന്ന തൃശൂർ BSNL ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രചരണ കാൽനട ജാഥ ആരംഭിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിന്റെ 115-ാം വാർഷികം ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.